സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഈ മഹത്തായ ഈ സമത്വ മുന്നേറ്റ യാത്രയുടെ സമാപന സമ്മേളനവും അതിനോടനുബന്ധമായി ഇവിടെ ഉദയം കൊള്ളാൻ പോകുന്ന രാഷ്ട്രീയ മുന്നണിയുടെ പാർട്ടിയുടെ പ്രഖ്യാപനവും നടക്കുന്ന ഈ വേദിയിൽ ഇവിടെ വിശിഷ്ടരായിരിക്കുന്ന സമാദരണീയരായ മഹത് വ്യക്തികളെ, ഒപ്പം ഈ ചരിത്ര സംഭവത്തിന് സാക്ഷിയാകുവാൻ ഭാഗ്യം സിദ്ധിച്ച സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നാം ഒരു വലിയ സന്തോഷത്തിൻ്റെ നടുവിലാണ് നിലനിൽക്കുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു അവസരം നമ്മളുടെ ജീവിതത്തിൽ, ഇത് കണ്ടിട്ട് എനിക്ക് സത്യത്തിൽ എൻ്റെ വാക്കുകൾ എനിക്ക് പുറത്തേക്ക് വരുന്നില്ല. കാരണം എത്ര വലിയ ആവേശത്തോടു കൂടിയാണ് ഇതിൽ ജനങ്ങൾ ഒഴുകിയെത്തുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ സമ്മേളനത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഞാൻ ശിവഗിരിയിൽ നിന്നാണ് വരുന്നത്. ഇന്നലെ രാത്രിയിൽ 12 മണി മുതൽ ആളുകൾ അനസ്യൂതം ശിവഗിരിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ ഏതാണ്ട് 1500 അധികം ആളുകൾക്ക് രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിൻ്റെ സജ്ജീകരണങ്ങൾ നമ്മൾ ശിവഗിരിയിൽ ചെയ്തു. എന്നിട്ടും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഹൃദയഹാരിയായ ആ ഒരു കാഴ്ച, അപ്പോൾ അത് തന്നെയാണ് ഈ സമ്മേളനത്തെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. കാരണം 2 രാഷ്ട്രീയ കക്ഷികൾ, രാഷ്ട്രീയ മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും നമ്മുടെ ആവശ്യങ്ങൾ ഒന്നും തന്നെ പരിഹരിക്കുന്നില്ല എന്നുള്ള പരാതിയിന്മേൽ വഴിമുട്ടി നിൽക്കുന്ന ഒരു സമൂഹം പുതിയൊരു നേതൃത്വത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലയളവിൽ, അതിൽ നിന്നും രക്ഷ നേടുന്നതിനായി ഓരോ മാർഗങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ അതിനൊരു സാന്ത്വനമായി, അതിനൊരു പരിഹാരമായി ഇതാ നമ്മളുടെ മുൻപിലേക്ക് ഒരു രാഷ്ട്രീയ കക്ഷി, ഒരു രാഷ്ട്രീയ പാർട്ടി ഉദയം കൊള്ളുകയാണ്. ഇതിനു മുൻപായി കഴിഞ്ഞ ഇലക്ഷനിൽ സമത്വ മുന്നണി ചില സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ നമ്മളൊക്കെ പത്രങ്ങൾ വായിക്കുന്നവരാണ്, ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നവരാണ്. അന്ന് ചില ആളുകൾ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ന്യായമായിട്ടും എഴുത്തും വായനയും 2-3 പത്രങ്ങളൊക്കെ വായിക്കുന്ന നമ്മളൊക്കെ ചിന്തിച്ചു, ഇതെന്തിനാണ് ഇത്ര കണ്ട് കടന്നാക്രമിക്കുന്നത്, ഇതിനൊക്കെ പാവങ്ങൾ എന്താണ് നമ്മൾ ചെയ്തത് എന്ന് നമ്മൾ ചോദിച്ചു പോയി സ്വയം. എനിക്ക് തോന്നുന്ന ഒരു സംഗതി, 1888 ശ്രീനാരായണ ഗുരുദേവൻ അരിയൂപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയപ്പോൾ അന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇരുന്നവർ പലരും ജാതീയമായ വിവേചനങ്ങൾ വെച്ചിട്ട് അന്ന് ചോദിച്ചു, ഗുരുവിനോട് ചോദിച്ചു, ഈഴവർക്ക് പ്രതിഷ്ഠ നടത്താൻ എന്താണ് അവകാശമെന്ന് ചോദിച്ചു. പക്ഷെ കാലം മാറിയിരിക്കുന്നു. അങ്ങനെ കാലം മാറിയ സാഹചര്യത്തിൽ ജാതീയപരമായ ഉച്ചനീചത്വങ്ങളുടെ തിരിച്ചറിവിന്മേൽ അതൊക്കെ മാറ്റി നിർത്തി ജനസമൂഹം ഒന്നായപ്പോൾ, നമ്മളുടെ തുഷാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ രാഷ്ട്രീയ മാടമ്പിമാർ ഇപ്പോൾ മുന്നേറിയിരിക്കുന്നു. അവർ ചോദിക്കുന്നു, ഈഴവന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ എന്താണ് അവകാശമെന്ന്. അവർ ചോദിക്കുന്നു, ഈഴവന് സ്ഥാനാർത്ഥിയെ നിർത്താൻ എന്താണ് അവകാശമെന്ന്. അന്ന് ശ്രീനാരായണ ഗുരുദേവൻ ആ ചോദ്യത്തിനും സമാധാനം പറഞ്ഞു തൻ്റെ കർമ്മമണ്ഡലങ്ങളിലൂടെ. ഇന്ന് ഈ ചോദ്യം ഇന്ന് പ്രസക്തമായിരിക്കുകയാണ്, ഈ രാഷ്ട്രീയ മാടമ്പിമാരുടെ. അതിൻ്റെ സമാധാനം പറയേണ്ടത് ഗുരുദേവന്റെ പരമ്പരയിലുള്ള ശിഷ്യന്മാരായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ്. അവിടെ ജാതിയില്ല, മതമില്ല. അപ്പൊ അതിനുള്ള അവസരമാണ് ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത്. അന്ന് ജാതീയമായ പ്രമാണിത്വമായിരുന്നുവെങ്കിൽ ഇന്ന് രാഷ്ട്രീയപരമായ മാടമ്പിത്തരം വന്നിരിക്കുന്നു. അവർ ചോദിക്കുകയാണ്. അപ്പൊ അതിന്റെ സമാധാനമാണ് ഇന്ന് നിങ്ങൾ കൊടുക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള നന്ദിയാണ് ഇന്നിവിടെ കുറിക്കുന്നത്. ഇന്നിവിടെ ആവിർഭവിക്കുന്ന ഈ രാഷ്ട്രീയ കക്ഷിക്ക്, ഈ രാഷ്ട്രീയ പാർട്ടിക്ക് എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. ഗുരുക്കന്മാരുടെ എല്ലാം ആശംസകൾ ഉണ്ടാവട്ടെ, അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ.
അത് കേരളത്തിന് ഒരു നവജീവൻ പകരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ KPMSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ TV ബാബു അവർകൾ, സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം നടത്തുന്ന ജാഥ ക്യാപ്റ്റൻ, SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകൾ, മുഖ്യ പ്രഭാഷണം നടത്തുന്ന ശ്രീ അക്കീരമൻ കാളിദാസ ഭട്ടതിരിപ്പാട് അവർകൾ, മുഖ്യ പ്രഭാഷണം നടത്തുന്ന SNDP യോഗത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഡോക്ടർ MN സോമൻ അവർകൾ, ബഹുമാനപ്പെട്ട മഞ്ചേരി ഭാസ്കരൻ പിള്ള അവർകൾ, മറ്റ് വേദിയിലുള്ള വിവിധ സമുദായങ്ങളുടെ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ മാസം 23-ാം തീയതി കാസർഗോഡ് നിന്ന് ഈ റാലി തുടങ്ങുമ്പോൾ, ആ റാലി തുടങ്ങാൻ നിൽക്കുന്ന സമയത്ത് അവിടെ കൃഷ്ണപ്പരന്ത് നമ്മുടെ വേദിക്ക് മുകളിൽ വരികയും അതിനുശേഷം അവിടെ ചെറിയ ഒരു മഴ പെയ്തുകൊണ്ട് വലിയ ഒരു അനുഗ്രഹത്തോടു കൂടെയാണ് നമ്മൾ ഈ റാലി തുടങ്ങുകയുണ്ടായത്. ഈ റാലി തുടങ്ങുവാൻ വേണ്ടി തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്നെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഐക്യം കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്ന് ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ ചിന്ത, അവരുടെ പ്രവൃത്തി നമ്മൾ കണ്ടവരാണ്. എന്തൊക്കെ ആരോപണങ്ങളാണ് ഇതിനു മുമ്പ് നമ്മളോട് മുമ്പോട്ട് വയ്ക്കുകയുണ്ടായത്. ആദ്യം പറഞ്ഞത് മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട്, അത് കഴിഞ്ഞ് ശാശ്വതീകരണ സ്വാമിജിയുമായി ബന്ധപ്പെട്ട്, അത് കഴിഞ്ഞ് ഇവിടെ കാരവൻ വരെ എത്തി നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ മൈക്രോ ഫിനാൻസ് എന്ത് എന്ന് പോലും ഈ പറയുന്ന മാന്യന്മാർക്ക് അറിയാവോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. SNDP യോഗത്തിന്റെ മൈക്രോ ഫിനാൻസിൽ നിന്ന് 1 രൂപ SNDP യോഗത്തിന്റെ ഏതെങ്കിലും യോഗത്തിന്റെ നേതാക്കന്മാർ എടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് ഈ സംഘടനാ പ്രവർത്തനം നിർത്തുവാൻ SNDP യോഗത്തിന്റെ മുഴുവൻ നേതാക്കന്മാരും തയ്യാറാണ്. ഇത് തെളിയിക്കുവാൻ ഒരു CBI-ടുത്തും ഇവിടുത്തെ ഗവൺമെന്റ് സംവിധാനങ്ങളെടുത്തും പോകണ്ട. VS അച്യുതാനന്ദന് ധൈര്യമുണ്ടെങ്കിൽ ഒരു കഷ്ണം പേപ്പറിൽ SNDP യോഗത്തിന്റെ നേതാക്കന്മാർ ആരെങ്കിലും 1 രൂപ എടുത്ത് തെളിയിച്ചാൽ അന്ന് സംഘടനാ പ്രവർത്തനം നിർത്താൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് 3 മാസം സമയം തരാം. ഒരു പേപ്പറും തരാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ ആരോപണം ഉന്നയിച്ച VS അച്യുതാനന്ദൻ സംഘടനാ പ്രവർത്തനം നിർത്താൻ തയ്യാറാണോ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കണം. ഇവിടെ ഒരുപാട് ആരോപണങ്ങൾ നമ്മൾ കണ്ടവരാണ്. കേരളത്തിലെ മാറി വന്ന സർക്കാരുകൾ ഇവർ രണ്ടും ഒരു നാണയത്തിന്റെ 2 ഭാഗങ്ങളാണെന്ന് ഇന്ന് കേരളത്തിലെ അറിയാൻ വയ്യാത്ത ജനങ്ങളില്ല എന്ന് ഇവർ തിരിച്ചറിയുന്നില്ല. ഇവർക്ക് സമ്പത്തുള്ളത് കൊണ്ട് കുറെ TV ചാനലുകൾ കൈകളിൽ വെച്ചുകൊണ്ട് എന്തും ഈ രാജ്യത്ത് പ്രചരിപ്പിക്കാമെന്ന് ധരിച്ചിട്ടുണ്ടെങ്കിൽ ശുദ്ധ അബദ്ധമാണ്. എന്തൊക്കെയാണ് പറയുന്നത്? മൈക്രോ ഫിനാൻസിന്റെ പണം, എങ്ങനെ മൈക്രോ ഫിനാൻസ് പണം കണ്ടെടുക്കാൻ കഴിയും? SNDP യോഗത്തിന്റെ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത് എന്താണ്? SNDP യോഗവുമായി ബന്ധം ആകെ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി കൊടുക്കുന്ന ഒരു കത്ത് മാത്രമാണ് SNDP യോഗവും നമ്മുടെ മൈക്രോ ഫിനാൻസുമായിട്ടുള്ള ബന്ധം. അതായത് നമ്മുടെ യൂണിറ്റുകൾ, നമ്മുടെ വനിതാ സംഘത്തിന്റെയും യൂത്ത് മൂവ്മെന്റിന്റെയും ഒക്കെ യൂണിറ്റുകളിൽ നിന്ന് അവിടെ പോയി ബാങ്കുകൾ അതിന്റെ അന്വേഷണം നടത്തി അവർ ഗ്രേഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അവർ ഗ്രേഡ് ചെയ്യുന്ന യൂണിറ്റുകൾക്ക് മാത്രം നമ്മൾ കൊടുക്കുകയാണ്. ആ പണം കൊടുക്കുന്നതിന് മുമ്പ് യൂണിയനുകൾ കൊടുക്കുന്ന ഒരേ ഒരു കത്തേ ഉള്ള ജനറൽ സെക്രട്ടറിയും SNDP യോഗവുമായി മൈക്രോ ഫിനാൻസിലുള്ളത്. പിന്നെന്താണ്? പിന്നോക്ക വകുപ്പിന്റെ പണം അടിച്ചുകൊണ്ട് പോയി 4% പലിശക്ക് കിട്ടി, 2% പലിശക്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പലിശരഹിത ലോണുകളും അതുപോലെ 2% പലിശയ്ക്കും പൈസ തരുന്നത് നമുക്കല്ല, ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായത്തിന് വേണ്ടി ഇടതും വലതും കൂടി അവർ സബ്സിഡി കൊടുത്ത് പണം കൊടുക്കുന്നുണ്ട്. അതോർത്തുകൊണ്ടാണ് VS അച്യുതാനന്ദൻ പറയുന്നത്. SNDP യോഗത്തിൽ കിട്ടിയിട്ടുള്ളത് വെറും 14, ഇവിടെ 4,91,00,000 ഈ പിന്നോക്ക വകുപ്പിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മാധ്യമങ്ങളുടെ അടുത്ത് എത്രയോ പ്രാവശ്യം
ഞാൻ എടുത്ത് അതിന്റെ പേപ്പർ എടുത്ത് കൊടുത്തതാണ്. അതായത് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? ഈ 4,91,00,000 രൂപ 39 യൂണിയനുകളിലേക്ക് കൊടുത്ത ഡേറ്റ്, കൊടുത്ത യൂണിയനുകളുടെ പേര്, ആ കൊടുത്ത എമൗണ്ട് ഉൾപ്പെടെ എഴുതി കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു മാധ്യമം ഇത് പ്രചരിപ്പിക്കുവാൻ, ഇവിടുത്തെ രാജ്യത്തെ അറിയിക്കുവാൻ ശ്രമിച്ചോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. വളരെ സംഘടിതമായി കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും നമ്മളെ എതിർത്ത സമയത്തും ഈ സമുദായം വളർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കണം. SNDP യോഗത്തിന്റെ കഴിഞ്ഞ 10-18 വർഷക്കാലത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്തത് മാധ്യമങ്ങളിലൂടെ അല്ല എന്ന സത്യാവസ്ഥ ഇവർ തിരിച്ചറിയേണ്ടതാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ മാധ്യമങ്ങൾ പറയുന്നത് മാത്രം വിഴുങ്ങുന്ന പൊട്ടന്മാരല്ല ഈ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ. വളരെ ബുദ്ധിയുള്ളവരാണ്. കേരളത്തിൽ ഇത്രയും കൂടുതൽ വിദ്യാഭ്യാസമുള്ള, കഴിവുള്ള രാജ്യമെന്ന് മനസ്സിലാക്കുന്ന ഇത്രയും വർഷങ്ങൾ അവഗണന കൊണ്ട് നടക്കേണ്ട ഗതികേട് ഇവിടുത്തെ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും അതുപോലെ തന്നെ ഭൂരിപക്ഷ സമുദായത്തിലെ ഹിന്ദുക്കൾക്കും ഉണ്ട് എന്ന സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. മൈക്രോ ഫിനാൻസിൽ ഒരു തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടും SNDP യോഗം ചെയ്തിട്ടില്ല. അടൂർ യൂണിയനിൽ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേട് എന്റെ പ്രിയപ്പെട്ട അടൂർ യൂണിയനിലെ സഹോദരങ്ങൾക്ക് അറിയാവുന്നതാണ്. അവിടുത്തെ യൂണിയന്റെ പ്രസിഡന്റും സെക്രട്ടറിയും കൂടെ അവിടുന്ന് 7 കോടി രൂപയോളം അടിച്ചുകൊണ്ട് പോയിട്ട് അത് തിരിച്ചു വെപ്പിക്കുവാൻ വേണ്ടി അവിടുത്തെ യൂത്ത് മൂവ്മെന്റും അവിടുത്തെ നമ്മുടെ സംഘടനയിലെ പ്രവർത്തകരും വളരെ സജീവമായി നിന്നുകൊണ്ട് ഇന്ന് ഏതാണ്ട് 2 കോടിക്കും കുറച്ച് പൈസ മാത്രമേ അവർ വെക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കുകയുണ്ടായി. അത് എവിടെങ്കിലും ഇവിടെ ഏതെങ്കിലും യൂണിയനുകളിൽ ഇതിനു മുമ്പും അടിമാലി യൂണിയനിൽ കഴിഞ്ഞ 5-8 വർഷം മുമ്പ് ഒരു സാമ്പത്തിക കുഴപ്പമുണ്ടായപ്പോൾ അതിന്റെ യൂണിയന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ജയിലിൽ പോയത് നമുക്കറിയാവുന്നതാണ്. എവിടെ സംസ്ഥാനത്തിൽ ഏതെങ്കിലും പഞ്ചായത്തിൽ ഏതെങ്കിലും സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിക്കാണ് ഉത്തരവാദിത്തം എന്ന് പറയുന്ന പോലെയാണ് ഈ VS അച്യുതാനന്ദൻ അനാവശ്യമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി വന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോ പറഞ്ഞ എന്താണ്, ശാശ്വതീകാനന്ദ സ്വാമിയെ ഞാൻ 2 ദിവസം വെള്ളത്തിനടി പൊങ്ങിക്കിടന്ന് പോയി സ്വാമിജിയുടെ കാലെ പിടിച്ച് വലിച്ച് മുക്കിക്കളഞ്ഞാണ് സ്വാമി സമാധിയായെന്ന് പറഞ്ഞു. ഞങ്ങളാരും പൊട്ടന്മാരില്ലേ? ചുമ്മാ ഇരുന്നുകൊണ്ട് രാവിലെ ഇരുന്നു ചുമ്മാ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ്. കൈരളി പീപ്പിൾ എന്താണ് പറഞ്ഞത്? രാവിലെ നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്ത് ഇലക്ഷൻ തുടങ്ങിയപ്പോ രാവിലെ തന്നെ തുടങ്ങിയെന്താ അവിടെ തന്നെ പറഞ്ഞു, കൊന്നു. ആര് കൊന്നു? തുഷാർ കൊന്നു. എന്തു കൊന്നു? ചുമ്മാതെ കഥ രാവിലെ ഉണ്ടാക്കിവിടെ. എന്നിട്ട് എന്തായി? ഇവിടെ ഏതാണ്ട് 42ഓളം സീറ്റുകൾ നമ്മളൊന്ന് വെറുതെ BJP-യോടൊന്ന് സഹായിച്ചപ്പോൾ 38ഓളം സീറ്റുകളിൽ ഇന്ന് കേരളത്തിൽ 1ാം സ്ഥാനത്തെത്താൻ നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. ഏതാണ്ട് 8ഓളം സീറ്റുകളിൽ 50% വോട്ടുകൾ നമ്മൾ നേടിക്കഴിഞ്ഞു കേരളത്തിൽ. നമ്മളെ സംബന്ധിച്ചോളം ഇവിടുത്തെ പിന്നെ അടുത്ത വ്യാഖ്യാനം എന്താണ് കൊണ്ടുവന്ന കാരവൻ 1.5 കോടി. നമ്മുടെ യൂണിയന്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ ഒരാള് നമ്മുടെ കൊല്ലം യൂത്ത് മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റിയുടെ ചെയർമാന്റെ വണ്ടിയാണ് നമ്മുടെ മറ്റുള്ള നേതാക്കന്മാർ സഞ്ചരിക്കുന്ന വണ്ടി. ജനറൽ സെക്രട്ടറി സഞ്ചരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇവിടുന്ന് ടെമ്പോ ട്രാവലർ വാടകയ്ക്ക് എടുത്ത് എല്ലാവരും ശബരിമലയ്ക്ക് പോകുന്നതല്ലേ. ആ ടെമ്പോ ട്രാവലർ 2 സീറ്റ് ഫിറ്റ് ചെയ്തത് അവിടുത്തെ നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള യൂണിയന്റെ അവിടെ പറവൂർ യൂണിയന്റെ വൈസ് പ്രസിഡന്റ് തന്ന വാഹനവുമായിട്ടാണ് അവിടെ പോവുകയുണ്ടായത്. അതുപോലും മറച്ചു വെച്ചുകൊണ്ട് ഇല്ലാത്ത ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതിനെ തകർക്കുവാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ്.